പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സാവിത്രി, നന്ദിനി ഉടനെ പറഞ്ഞിങ്ങി എത്തും. ഇനി എന്താ അടുത്ത പരിപാടി? അവളെ ഇങ്ങനെ വെറുതെ നിർത്തിയാ മതിയോ? വെറുതെ നിർത്തുന്നു ആരാ പറഞ്ഞേ? വന്നു കഴിഞ്ഞ് ആശുപത്രിയുടെ ചുമതല അവളെ ഏൽപ്പിക്കണം. അങ്ങനെയല്ലേ തീരുമാനിച്ചത്? എടി മണക്കൂസെ, അതല്ല, അവിടെ കല്യാണക്കാരിയും. അത് നേരത്തെ തീരുമാനിച്ചതല്ലേ? എന്ത് തീരുമാനിച്ചു? മഹാദേവനെ കൊണ്ട്. നമുക്കൊരു മകളല്ലേ ഉള്ളൂ. എന്റെ അറിവിൽ അത്രേ ഉള്ളൂ. എങ്കിൽ അവളെ കെട്ടുന്നത് മഹാദേവനായിരിക്കില്ല. എന്ത്? സാവിത്രി, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ പഠിപ്പിച്ച എന്റെ മോളെ കെട്ടുന്നവന് ചില മിനിമം യോഗ്യതകളൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ ഇത്രയും കാലം മഹാദേവനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ തട്ടിതെന്തിന്? അതോ അവന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കാണാൻ എനിക്ക് ദണ്ണമുള്ളതുകൊണ്ടോ? പക്ഷെ പ്രമാണത്തിൽ ഇന്നൊപ്പിടാം നാളെ ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുക. എന്നാൽ ശങ്കരമംഗലത്ത് മാധവൻ തമ്പി അവനെ കൊണ്ട് ഒപ്പിടിയിക്കും. എന്നിട്ട് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ഡോക്ടറോ? അതേടി, നമ്മുടെ ഡോക്ടർ രാജഗോപാലൻ. രോഗികൾക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരു ഡോക്ടർ ഇനി ജനിക്കാനില്ല. അയാളെ നമ്മുടെ കൈപ്പിടിയിലൊന്ന് കിട്ടിയാ മതി. പണം കായ്ക്കുന്ന മരമെന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു മരമാണ് ഈ ഡോക്ടർ. ചുമ്മാ വടിയോരത്തൊരു ഷെഡും കെട്ടി ക്ലിനിക്കെന്നൊരു ബോർഡും തൂക്കി അയാളെ പിടിച്ചങ്ങ് ഇരുത്തിയാ മതി. ഡോക്ടറെക്കൂടത്തിൽ ഈച്ച പൊതിയും പോലെ രോഗികൾ വന്ന് കുമിഞ്ഞുകൂടും. ഒരു കാര്യം പറഞ്ഞേക്കാം. നന്ദിനി നിനക്ക് എന്നും പറഞ്ഞ ആ ചെറുക്കന്റെ ചോര മുഴുവൻ ഊറ്റി കുടിച്ചേച്ച് ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ദൈവം നിന്നെ പോലെ അത്ര ബുദ്ധിയില്ലാത്ത കൂട്ടത്തിലൊന്നും അല്ല. ചേരേണ്ടതേ ചേരാൻ പാടുള്ളൂന്ന് പുള്ളിക്കാരൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. എടീ, ഭർത്താവ് ഡോക്ടർ, ഭാര്യ ഡോക്ടർ, അവരുടെ മക്കൾ മുഴുക്ക ഡോക്ടർ, അങ്ങനെ ഡോക്ടർ 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 ഒരു ഡോക്ടർ ചങ്ങല. ആ തലമുറയെ പറ്റി നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നേരെ മറിച്ച് മണ്ടം മഹാദേവൻ നമ്മുടെ അന്തരിക്കുട്ടിയെ കല്യാണം കഴിച്ചാലോ? അവന്റെ മക്കള് മണ്ടന്മാർ, മക്കളുടെ മക്കള് മരമണ്ടന്മാർ, അവരുടെ മക്കള് തിരുമണ്ടന്മാർ, ഒരു പരമ്പര മുഴുവൻ മഹാമണ്ടന്മാർ. ഈ ബന്ധത്തിനെങ്ങാനും ഞാൻ മുൻകൈ എടുത്താൽ ദൈവം ആ നിമിഷം ചവിട്ടിക്കൊല്ലും. എന്തൊരു ഐശ്വര്യം ആ ഡോക്ടറിന്റെ മുഖത്ത്. മകൻ ഇങ്ങനെയാണെങ്കിൽ ആ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കും? ഐശ്വര്യദേവത നൃത്തം ചവിട്ടുന്ന ആ തറവാട്ടിലേക്ക് ബന്ധുക്കളായി കയറി ചെല്ലുന്നത് ഒരു അഭിമാനം തന്നെയാണേ. ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവളുടെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ട് ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താടി നോക്കുന്നത്? കരുണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാറി കിടക്കുമ്പോഴാണ് ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി. അതാണടി എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നായിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യും വിട്ടു. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല, ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അവളെ വിടടി, എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്താ അവക്ക് കരുണം പോലീസില്ലേ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് തോന്നിയാസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരുണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ഓന്റെ ഭാര്യ പതിവൃതി ആയിരുന്നല്ലോ. എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടേന്ന് വരുന്നതിന് മുമ്പ് അവൻ ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ളു മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അങ്ങനെയല്ലേ സംഭവം? ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയേ ഉള്ളൂ. ഞാൻ തന്നേക്കാം.
എന്നാ. അയ്യോ ഇതെവിടുന്നാ? അതെനിക്ക് ഒന്ന് അടങ്ങ്. പ്രശ്നം തീർന്നല്ലോ തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? ആ. എങ്കിൽ എനിക്ക് അയമുട്ടി ഇവളിപ്പൊ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ? പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്താടി നോക്കിയിരിക്കുന്നു? കേൾപ്പൊടി കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്ക് അറിഞ്ഞൂടാ. ആ, അവൻ എവിടെയാ ഉള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. നീ അവനെ കണ്ടു, ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ ഇതാ, പോട്ടെ. മോനെ ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ആ, ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാനിപ്പോ ചായ കുടിച്ചാണ്. എന്താണെടാ, ഒരു ചായ കുടിക്കണ്ടെന്നാ? ഞാൻ ചായ കുടിച്ചാണെന്ന്. ആ ശരി, അത് അവിടെയുള്ള കുടിച്ചത്. ഞാനിപ്പോ കുടിച്ചാ. ഒരു ചായ. അവിടെയല്ലേ നമ്മുടെ ആ പടക്കേടാ. അതെ, വാതിലടിച്ച് കുറ്റിയിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളത്? അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തു വിടുന്ന പ്രശ്നമല്ലേ ആയിമുട്ടി പറ്റി അവനെ കേടാ. എനിക്ക് ആ അഡ്വാൻസ് കിട്ടിയ വളരെ നന്നായിരുന്നു. പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞിരിക്കുക. അതെ ഡോക്ടറെ, ഞാനേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വന്നത്. അഡ്വാൻസ് അഡ്വാൻസ് എന്തിനാ? ഞാൻ ഈ ആശുപത്രി എന്നെ എഴുതി അങ്ങോട്ട് തരുമല്ലോ. ആശുപത്രി കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? അതെ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാമെന്നേ. ഡോക്ടർക്ക് ഇപ്പൊ ഈ നാട്ടിൽ എന്താ പേരെന്ന് അറിയുവോ? എന്റെ മോൾ ഒരു ദിവസം ലണ്ടനിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിക്കുക, അച്ഛാ നമ്മുടെ ആശുപത്രി മിടുക്കനും സുന്ദരമായ ഡോക്ടർ എത്തിയെന്ന് കേട്ടത് ശരിയാണോ എന്ന്. ഞാൻ പറഞ്ഞു ശരിയാണെന്ന്. അവക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. അതായത് ഡോക്ടറിന്റെ പേര് ലണ്ടൻ വരെ എത്തിയിരിക്കുന്നു. ആരോ ഇവിടുന്ന് ഊമക്കത്തെഴുതി അറിയിച്ചതാവും. ഇനിയും കുറച്ചു കാലം കൂടി ഞാനിവിടെ നിൽക്കേണ്ടി വന്നാൽ ലണ്ടൻ മാത്രമല്ല ലോകം മുഴുവൻ ഞാൻ അറിയപ്പെടും. അതാണ് എന്റെ അവസ്ഥ. അറിയപ്പെടണം. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. എന്റെ മോള് ലണ്ടനിൽ എന്ത് ചെയ്യുന്നു എന്ന് ഡോക്ടർ ചോദിച്ചില്ല. മകൾ അവിടെ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചില്ലെന്നേ ഉള്ളൂ. അവളവിടെ FRCS പഠിക്കുകയാണ്. വളരെ സന്തോഷം. ഞാനൊരു ശുദ്ധ മനസ്കനാണേ. ഞാൻ അതിലും ശുദ്ധ മനസ്കനാ. അല്ല, അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ വളച്ചുകെട്ടി സംസാരത്തിന്റെ ആവശ്യമില്ല. ഡോക്ടർ എന്റെ മരുമോനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കാകെ ഒരു മകളേ ഉള്ളൂ. അവളെ സുരക്ഷിതമായ കയ്യിലേൽപ്പിച്ചാൽ. എന്റെ കൈ വളരെ സുരക്ഷിതമായ കൈയാണ്. പക്ഷേ ഒരു പക്ഷമില്ല ഡോക്ടർ, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് അഡ്വാൻസ് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇല്ല, ഇനി നമ്മൾ തമ്മിൽ അഡ്വാൻസും ഇല്ല, ശമ്പളവും ഇല്ല. എന്റെ മോളെയും അതോടൊപ്പം ഈ ആശുപത്രിയും കൂടി അങ്ങോട്ട് ഏൽപ്പിക്കുക. അതല്ല, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നും പറയണ്ട. ഭഗവാനെ, ഒടുവിൽ അഡ്വാൻസും ഇല്ലാണ്ടായോ? ഡോക്ടർ എന്താണോ? ഡോക്ടർ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഡോക്ടറിന്റെ അച്ഛനും നോക്കെത്താ ദൂരം വരെയായിരുന്നു പാടം. പിന്നെ തെങ്ങുന്തോപ്പ്, റബ്ബർ, ചുക്ക്, കുരുമുളക്, ഏലം ഇതെല്ലാം വിറ്റിട്ടാണ് ഇവനെ പഠിപ്പിച്ചത്. കോഴിക്കോട് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു എറണാകുളത്ത് പഠിക്കണം, പിന്നെ പറഞ്ഞു തൃശ്ശൂര് പഠിക്കണം, പിന്നെ കണ്ണൂര്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചു. ഇതും കഴിഞ്ഞപ്പോ പറയാണ് എന്തോ ഒരു പാല്, എന്ത് പാല്? മണിപ്പാല് മണിപ്പാല്. ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം, ഇടയ്ക്ക് കയറി പറയരുത്. എന്താണ്? മണിപ്പാലി പഠിക്കണം. ആ സമയത്താണ് നമ്മൾ ആ റബ്ബർ എസ്റ്റേറ്റ് വിറ്റത്. 27 ഏക്കറല്ല, അമരാവതിയിലുള്ള 30 ഏക്കർ. ആര് നോക്കണ എവിടേക്കാ കിടക്കണെന്ന്? എന്ത് വിറ്റാലെന്താ? ഒന്നും പാഴായി പോയിട്ടില്ലല്ലോ. റബ്ബറും തെങ്ങും ഒക്കെ ഇനി ഇഷ്ടം പോലെ വാങ്ങിക്കാമല്ലോ. എല്ലാരും ഉണ്ടല്ലോ. മോനെ, മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എവിടെ? ഡാഡി അങ്ങ് ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. സുമേ, ലതേ, അയ്മുട്ടി. ഞങ്ങളെയൊന്നും ഓർക്കുന്നില്ല. ഒരു എഴുത്തുമില്ല, ഒരു ഫോൺ പോലും ചെയ്യാറുമില്ല. ഡോക്ടർക്ക് എവിടാ ഇതിനൊക്കെ സമയം? മമ്മി, ഡാഡി, ഇത് ആശുപത്രി ഓണർ കുമാരൻ തമ്പി. മാധവൻ തമ്പി. ഓ, മാധവൻ തമ്പി. ഞങ്ങൾ വേണ്ടതുപോലെ പരിചയപ്പെട്ടു. ഡോക്ടർ ഡ്യൂട്ടിയിലല്ലേ? ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, അവർക്ക് പോകാൻ തിരക്ക് കാണും. തിരക്കില്ല, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പോഴോ? അയ്മുട്ടി, ഇറങ്ങാൻ നേരത്ത് കാറ് കേടായി. പിന്നെ ഞങ്ങൾ ലോറിയിൽ അല്ല ബസ്സിലാണ് വന്നത്. ഡോക്ടറെ, എല്ലാം ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഡാഡിയും മമ്മി ഇന്നിവിടെ എത്തിച്ചേരുവോ? വന്നാട്ടെ.
ഞാൻ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാം. ആ, അത് ആ, വേണ്ട, ആ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വന്നാട്ടെ. ഓ നമുക്ക് വൈകിട്ട് കാണാം. അങ്ങോട്ട് കേറ്, കേറ്. വേഗം കേറ്. ഞാൻ പറഞ്ഞു. ചേച്ചി മക്കളെ കയറി. മോനെ നീ വേഗം വരണേ. ഓക്കേ സാർ. എന്നെ പിടിച്ചൊരു മുറിക്കകത്തിട്ട് പൂട്ടി. കഞ്ഞിവെള്ളം പോലും തന്നില്ല. ഒടുക്കം അലക്കമ്പരിൽ നിന്ന് വാടക കൂടെ തുണി ഒപ്പിച്ചു. എനിക്ക് വേറെ നിവൃത്തിയുണ്ടായില്ല രാജഗോപാല. സാരമില്ല, ഇന്നുകൊണ്ടെല്ലാം തീരുമല്ലോ. പൊയ്ക്കോ. അച്ഛനെ വെല്ലിട്ട് വന്നു. നിങ്ങൾക്കെങ്കിലും കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ? പറഞ്ഞൂടായിരുന്നു. ഞാനിവിടെ നാട്ടുകാരെയും പോലീസിനെയും പേടിച്ച് കള്ളപ്പണി ഞാൻ അറിഞ്ഞിട്ടും അതിഥികളായിട്ട് വന്നിരിക്കുന്നു. മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കാൻ ദ്രോഹികൾ. എല്ലാ കാര്യവും വല്യേട്ടൻ അറിയാവുന്നല്ലേ? മിണ്ടി പോകരുത്. മോനെ അവിടുന്ന് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞാണല്ലോ എന്നെ അന്വേഷിക്കരുതെന്ന്. ഞാൻ നിങ്ങളുടെ ആരുമല്ല, ഇറങ്ങിപ്പോണം. ഒരു മാസത്തിനകം ദാമുവേട്ടൻ ഓഫീസിൽ നടത്തിയ തിരിമറി പിടിക്കപ്പെടും. മാലതി ഇടത്തി പറഞ്ഞെന്താണെന്നറിയോ? ദാമുവേട്ടൻ ആരുടെയും മുമ്പിൽ ഇന്നുവരെ തല കുനിച്ചിട്ടില്ല. പിടിക്കപ്പെടുന്നതിന് മുമ്പ് രൂപ ഏർപ്പാടാക്കിയില്ലെങ്കിൽ കൂട്ടമരണമേ നിവർത്തിയുള്ളൂ. ദാമുവേട്ടനും മാലതിയേട്ടത്തെയും 3 മക്കളും. അന്ന് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാ ഞാൻ. അപ്പൊ ഞങ്ങളൊന്നും നിന്റെ ആരുമല്ലേ രാജ? അതൊന്നും ഇപ്പൊ എന്റെ തലയിലില്ല. അമ്മ മരിച്ചതിൽ പിന്നെ മാലതിയേട്ടത്തിയായിരുന്നു എന്റെ അമ്മ. അച്ഛൻ അന്നും കള്ളം കുടിച്ച് നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ നിങ്ങളെ കെട്ടുകയും ചെയ്തു. ഭാര്യയുടെ അനിയനെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ദാമോട്ടൻ ഇല്ല. ഒടുവിൽ ഞാൻ കേസിൽപ്പെട്ട് ജയിലിലായപ്പം എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ദാമോട്ടൻ പണം തിരിമറി നടത്തിയത്. ദാമു നിന്റെ ചേച്ചിയെ കെട്ടുന്നതിന് മുൻപ് നിന്നെ ആരാ പൂച്ചിയത്? ആ കണക്കൊന്നും ഇപ്പൊ പറയണ്ട. ഞാൻ ലോക്കപ്പിലായിരുന്നപ്പം എന്റെ മകൻ കാരണം എന്റെ മാനം പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുടിക്കുന്ന കള്ളിന്റെ അളവ് കൂട്ടിയതല്ലാതെ അച്ഛൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എന്നെ വന്നൊന്ന് കാണാൻ പോലും കൂട്ടാക്കിയോ? ദണ്ണ ഉണ്ടച്ചാ, അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നല്ല ദണ്ണ ഉണ്ട്. ആ പോട്ടെ, നമുക്ക് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് രാജ. ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. എനിക്കൊന്നും സംസാരിക്കണ്ട. എല്ലാവരും എത്രയും വേഗം ഇവിടുന്ന് കാലിയാക്കണം, അത്രേ വേണ്ടു. അലക്ക് കമ്പനി തുണി എടുത്തോണ്ട് വന്നിരിക്കുക. എന്തൊക്കെ ആയാലും ഞാൻ നിന്റെ അച്ഛനല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടി ചെയ്യാൻ എനിക്കെല്ലാം മറ്റാർക്കണ മോശം. എന്റെ എന്ത് കാര്യം? ആ അങ്ങനെ ചോദിക്ക്. ഞങ്ങളെല്ലാം സംസാരിച്ചു. നിന്റെ തമ്പി സാറിന്റെ മോളുടെയും കല്യാണം ഞങ്ങൾ അങ്ങോട്ട് ഉറപ്പിച്ചു. ആ നിങ്ങൾക്കൊന്നും നാണവും മാനവും അല്പം പോലും ഇല്ലേ? ലണ്ടനിൽ നിന്ന് FRCS പാസ്സായ ഒരു പെൺകുട്ടിയെ വ്യാജ ഡോക്ടറായി ഞാൻ കല്യാണം കഴിക്കാനോ? എന്താ നിങ്ങളുടെയൊക്കെ ധാരണ? അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു തുക കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം ഞാൻ ഇവിടെ സ്ഥലം വിടും, അറിയൂ. ഞാൻ എന്തൊക്കെയോ കണക്ക് കൂട്ടി. അങ്ങേര് തരുന്ന സ്ത്രീധന തുക കൊണ്ട് എന്റെ കൊച്ചുങ്ങൾക്കും ഒരു മേൽഗതി ഉണ്ടാവുമല്ലോ